ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ ആങ്ങളെ ഞാൻ കൊല്ലും. ഒന്നുകിൽ പ്രതാപവർമ്മ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ഇതൊക്കെ ചെയ്യുന്നതേ നിനക്ക് വേണ്ടിയാ. ഞാനിതൊക്കെ വെട്ടിപ്പിടിച്ചെടുക്കാൻ നോക്കുന്നതേ നിന്റെ ഭാവിക്ക് വേണ്ടിയാ. ഒരു ചുക്കും ഇല്ല. ഋതികയോടുള്ള പക തീർക്കാൻ അവളെ ജയിലിൽ കയറ്റാൻ നിങ്ങളാ ജഗന്നാഥനെ വെടിവെച്ച് കൊന്നത്. പതുക്കെ ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ദീപകേ, ദേഷ്യം കൊണ്ടേ എന്തും വിളിച്ചു പറയരുത്. പറയും. എനിക്കിനി മുൻപും പിൻപും ഇല്ല. അടിയും അപമാനവും മാത്രം. ഒരു കൊലക്കുറ്റം തലേന്ന് ഊരിക്കാൻ വേണ്ടിയല്ലേ ആ 10 കോടി എന്നെ കൊണ്ട് മറിപ്പിച്ചത്. അവസാനം പഴി വന്നത് എനിക്ക്. ഞാൻ അവിടെ നിന്ന് വേദന കൊണ്ട് പൊളഞ്ഞപ്പോ നിങ്ങൾ എതിർത്തൊരു വാക്കെങ്കിലും മിണ്ടിയോ? എടാ, അങ്ങനെ ഞാൻ മിണ്ടിയ? ഞാൻ കൂടി അറിഞ്ഞിട്ട് ആ 10 കോടി മുക്കിയതെന്ന് പ്രതാപൻ അറിയില്ലേ? ആ, അത് ശരി. അപ്പൊ ഞാൻ വൃത്തികെട്ടവനും നിങ്ങൾ നല്ലവരും. നിങ്ങൾ ലോക ഫ്രോഡാ. ആരെയും കൊല്ലാൻ നിങ്ങൾ മടിക്കില്ല. ആവശ്യം വന്നാ നിങ്ങൾ എന്നെയും കൊല്ലും. നിങ്ങൾ എന്റെ തന്തയെ കൊന്നതാണോ? പറയ, കൊന്നതാണോ? വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു നോക്കടാ, തീർത്ത് കളയും നിന്നെ ഞാൻ. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളെ മാത്രമല്ല, എല്ലാത്തിനും ഞാൻ കൊല്ലും. കൊല്ലട്ടെ നിങ്ങളെ ഞാൻ. ദീപകേ, ദീപകേ, അമ്മേ, നിങ്ങളുടെ ആങ്ങളെ ഞാൻ കൊല്ലും. ഒന്നുകിൽ പ്രതാപവർമ്മ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോന്ന്? മര്യാദയ്ക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ കൊന്നുകളെ ഞാൻ. പറ്റി എന്റെ രാജുക്കുട്ടന്? അത് ശരി, അച്ഛനെ ഒറ്റയ്ക്ക് ചെന്ന് കണ്ട് മണിയടിക്കാൻ നോക്കി. മിനിസ്റ്റർ പ്രതാപവർമ്മ മൈൻഡ് ചെയ്തില്ല. ഋതു, അതെന്താന്ന് എനിക്കും മനസ്സിലാവാത്തത്.
ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദീപകിനെ വിരട്ടിയതുപോലെ എന്നെയും വിരട്ടിക്കൂടെ? എന്താ ഇത് രാജു? ദീപക് എന്ന ഫ്രോഡ് ആര്? രാജു ആര്? രാജുവിനോട് അച്ഛനുള്ളത് സ്നേഹ കൂടുതൽ കൊണ്ടുള്ള പിണക്ക്. സ്നേഹ കൂടുതലുകൊണ്ടുള്ള പിണക്കോ? എനിക്ക് മനസ്സിലായില്ല. എന്നെ സ്നേഹിക്കണമെന്ന് മാത്രം വിചാരിക്കുന്ന ആളാ എന്റെ അച്ഛൻ. അപ്പോഴല്ലേ നമ്മൾ അമ്മയായിട്ട് നിൽക്കുന്ന വീഡിയോ കണ്ടത്? അമ്മയായിട്ടെടുത്ത അച്ഛനോടുള്ള സ്നേഹം കുറഞ്ഞു പോയില്ലേ? അതിന്റെ ഈഗോയാ. എന്നാലും സാർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ രാജു, ഒരർത്ഥത്തിൽ പറഞ്ഞ അച്ഛന് എന്നെക്കാൾ പ്രിയപ്പെട്ട ആളാണ് രാജു. മകൾ അമ്മയെ കാണാൻ പോയെങ്കിൽ പോട്ടെ, പ്രിയപ്പെട്ടവൻ എന്തിനു പോയിന്നാ അച്ഛന്റെ മനസ്സിലെ ചോദ്യം. ഇതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന എന്റെ അഭിപ്രായം. അച്ഛൻ അംബികമായി പറഞ്ഞതും വിശ്വസിച്ചിരിക്കട്ടെ. അച്ഛനമ്മയെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് എന്റെ അമ്മയെ വേണം, എന്റെ ഹസ്ബൻഡിനെ വേണം. അവരവരുടെ ലൈഫ് തൊലച്ചതുപോലെ നമുക്ക് തൊലയ്ക്കാൻ പറ്റില്ലല്ലോ. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് കണ്ണടച്ച് തുറക്കും മുൻപേ അങ്ങ് തീർന്നു പോവും. അത് ശരിയാ. ഞാൻ ഒതിപ്പിട ഓർത്ത് ആ വലിയ താമസമില്ലാതെ അമ്മേ അമ്മേന്ന് വിളിച്ച് ഈ പെണ്ണിന്റെ കൂടെ മറ്റൊരു അവകാശം കൂടി വരും. അപ്പൊ ഈ പാവപ്പെട്ടവനെ മൈൻഡ് ചെയ്യ പോലുമില്ല. അയ്യടാ, മറ്റൊരു അവകാശമൊന്നും വരാൻ പോകുന്നില്ല. പ്രസവിക്കാൻ ഞാൻ തയ്യാറുമല്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് ദൈവം തരുന്നതല്ലേ? ദൈവം തരുന്നൊന്നുമല്ല, അതൊക്കെ മനുഷ്യര് പറയുന്ന ഓരോ തരികിടകളാ. എനിക്കും രാജുവിനും മറ്റവകാശികളൊന്നും വേണ്ട. ആഹാ, നമുക്ക് രണ്ടുപേർക്കും നമ്മൾ മാത്രം മതി. അയ്യടാ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. രാജു, ഋതു, ഋതു, ഋതു. മാറങ്ങോട്ട്. അയ്യേ. മാറ്.